ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. ഇന്ത്യൻ ഫുട്ബോൾ ടീം പരിശീലകൻ ഇഗോർ സ്റ്റിമാക്കിനെ പുറത്താക്കി. ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ഇന്ത്യ തോറ്റു പുറത്തായതോടെയാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ ഈ നടപടി. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. അനിൽ, അപ്രതീക്ഷിതമാണോ ഈ നീക്കം? പകരം ആര് എന്ന ചോദ്യത്തിന് എന്തെങ്കിലും ഉത്തരം ഇപ്പോഴുണ്ടോ? വിജയകുമാർ, അപ്രതീക്ഷിതം എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ലോകകപ്പ് യോഗ്യതാ റൗണ്ടിന്റെ 3-ാം റൗണ്ടിലേക്ക് മുന്നേറാനായില്ലെങ്കിൽ താൻ തന്നെ സ്വയം ഒഴിയുമെന്ന് നേരത്തെ ഇഗോർ സ്റ്റിമാക്ക് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇന്ത്യ തോൽക്കുകയുണ്ടായി. അദ്ദേഹം സ്വയം ഒഴിയുന്നതിന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ കാത്തു നിന്നില്ല. അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ടുള്ള തന്നെയാണ് ഒരു നടപടി വന്നിരിക്കുന്നത്. അവരുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് കോച്ചിൻ്റെ പ്രകടനത്തിൽ അങ്ങേയറ്റം നിരാശ ഉണ്ടാക്കുന്നതാണ്. ഒപ്പം തന്നെ ഒട്ടും തൃപ്തികരമായിരുന്നില്ല ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം എന്നാണ് പറഞ്ഞത്. കാരണം 6 മത്സരങ്ങളിൽ ഒറ്റ ജയം മാത്രമാണ് ഇന്ത്യക്ക് നേടാനായത്. 2 സമനില, 3 മത്സരങ്ങളിൽ തോറ്റു. ഖത്തർ എന്ന കരുത്തുറ്റ ടീമിനോട് തോറ്റതിൽ ന്യായീകരണമില്ല. അവർ വമ്പൻ ടീമാണ്, ലോകകപ്പ് കളിച്ച ടീമാണ് എന്നൊക്കെ പറയാം. പക്ഷേ അഫ്ഗാനിസ്ഥാനോടും കുവൈത്തിനോടും തോറ്റതിൽ ഒട്ടും തന്നെ ഇന്ത്യക്ക് ന്യായീകരിക്കാവുന്നതല്ല. 6 മത്സരങ്ങളിൽ ഒറ്റ ജയം എന്നുള്ളത് അതോടുകൂടി തന്നെ ഇന്ത്യ പുറത്താവുകയായിരുന്നു. വലിയ വിമർശനം ഉണ്ടാവുകയും ചെയ്തു. ഇന്ത്യയുടെ റാങ്കിങ്ങിലും വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. 121-ാം സ്ഥാനത്ത് നിന്ന് 123-ാം സ്ഥാനത്തേക്ക് 124-ാം സ്ഥാനത്തേക്ക് ഇന്ത്യ തരം താഴ്ത്തപ്പെടുകയും ചെയ്തു. 2019-ലാണ് സ്റ്റീഫൻ കോൺസ്റ്റന്റൈനിന് പകരക്കാരനായി ഇഗോർ സ്റ്റിമാക്ക് ഇന്ത്യൻ ടീമിൻ്റെ പരിശീലകനാവുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഇന്ത്യൻ ടീമിനെ വലിയ നേട്ടങ്ങളിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു. 2 സാഫ് കപ്പും ഇന്റർ കോണ്ടിനെന്റൽ കപ്പും ട്രൈ നേഷൻ കപ്പും അടക്കം 4 കിരീടങ്ങൾ നേടിക്കൊടുക്കാനൊക്കെ സാധിച്ചു. ഇത്തവണയും വലിയ പ്രതീക്ഷയിലായിരുന്നു 3-ാം റൗണ്ടിലേക്ക് മുന്നേറുമെന്ന കാര്യത്തിലൊക്കെ തന്നെ. പക്ഷേ 2-ാം റൗണ്ടിൽ വലിയ നിരാശപ്പെടുത്തുന്ന പ്രകടനം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിലൂടെ ഒടുവിൽ അദ്ദേഹത്തിൻ്റെ പുറത്താക്കുന്ന ആ നടപടിയിലേക്കും ഇപ്പോൾ കാര്യങ്ങൾ എത്തി. വിജയകുമാർ, യെസ്, ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ഇന്ത്യ തോറ്റു പുറത്തായതോടെയാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.